ആരോഗ്യത്തോടെ ജനിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കും. ആരോഗ്യ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാലേ രോഗം ഉണ്ടാകത്തുള്ളൂ. അല്ല സാറേ, ഇങ്ങനെ അണുക്കൾ വന്ന് രോഗം. എടോ, അണുവിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.07 വോൾട്ടേജ്. എൻ്റെ ശരീരത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള 37.2 ട്രില്യൺ മടങ്ങുള്ള അത്രയും കോശങ്ങൾ ഉണ്ടാക്കുന്ന വോൾട്ടേജാണ്. എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഈ ഏകകോശ ജീവി ആ നിമിഷം കരിഞ്ഞു പോകും. അത്രയും വോൾട്ടേജാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ശരീരത്തിൽ, എൻ്റെ കരളിൽ കുപ്പർ സെല്ലുകളുണ്ട്. ഇതൊന്നും ഡോക്ടർമാർ നമ്മളോട് പറയില്ല. എൻ്റെ കരളിൽ കുപ്പർ സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ എന്താണ് ചെയ്യുന്നത്? ആ സെല്ലുകളുടെ ജോലി എന്താണ്? എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത രക്താണുക്കളിൽ NK സെല്ലുകളുണ്ട്, നാച്ചുറൽ കില്ലർ സെല്ലുകളുണ്ട്. ആരെയാണ് ഇവ കൊല്ലുന്നത്? എന്നെ അല്ല. ശരീരത്തിന് ഇഷ്ടമല്ലാത്ത, ശരീരത്തിന് ദ്രോഹം ചെയ്യാനിടയുള്ള, ശരീരത്തിന് വല്ലാതെ പറ്റാതെയുള്ള അണുക്കളെ വരുതിയിലാക്കലാണ് ചവണ പോലുള്ള കൈകളുമായി ദേഹമാസകലം റോന്തു ചുറ്റുന്ന 6 കോടിയിലധികമുള്ള ഈ NK സെല്ലുകളുടെ ജോലി. CD കൗണ്ടുകളുണ്ട്. വെളുത്ത രക്താണുക്കൾ തന്നെ രോഗപ്രതിരോധ ശേഷിയുടെ ഭടന്മാരാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ ജോലി? അവർ പരാജയപ്പെട്ടിട്ടല്ലാതെ ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ ഒരു അമീബയോ ഒരു ഫംഗസോ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കയറി രോഗം ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കാൻ കരളിലും കിഡ്നിയിലും പോയി അതിനെ തകർക്കലാണ് ലെപ്റ്റോസ്പൈറ എന്ന അണുവിൻ്റെ ജോലി. അത്രേ. ആ അണുവിന് എന്ത് വിദഗ്ധമായിട്ട് ആ ജോലി ചെയ്യാൻ അറിയാവോ? H. pylori എന്ന അണുവിൻ്റെ പ്രത്യേകമായ കഴിവാണ്, ജന്മസിദ്ധമായ കഴിവാണത്രേ അൾസർ ഉണ്ടാക്കല്. അൾസർ ഉണ്ടാക്കേണ്ടത് ഇവൻ്റെ മരുന്നാണ്. ഏതോ കാലത്ത് കഴിച്ച പാരാസിറ്റമോൾ, ഗ്യാസ് ട്രബിൾ മരുന്നുകൾ, സ്റ്റാറ്റിൻ മരുന്നുകൾ, BP മരുന്നുകൾ, ഇതെല്ലാമാണ് മനുഷ്യന് അൾസർ ഉണ്ടാക്കുന്നത്. പക്ഷെ ആരോപണം മുഴുവൻ H. pyloriക്കാണ്. ഒരണുവും മനുഷ്യ ശരീരത്തിൽ കയറി രോഗമുണ്ടാക്കില്ല, വൈറസ് കയറി രോഗമുണ്ടാക്കില്ല. പക്ഷേ നിങ്ങളുടെ ശരീരം കുപ്പത്തൊട്ടിയിലെ വെള്ളം പോലെയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലെ രക്തമജ്ജ മാംസാദികൾ ചാലക്കമ്പോളത്തിലെ കാനയിലെ വെള്ളം പോലെ അഴുക്ക് പിടിച്ച് കുഴമ്പ് പോലെയാണെങ്കിൽ, ശരീരത്തിലുള്ള കോടിക്കണക്കിന് അണുക്കൾ രൂപമാറ്റം വന്ന് അനാരോഗ്യം ബാധിച്ച് അവർ രോഗികളാകും. ആ ദുരവസ്ഥയിൽ ആ ശരീരത്തിൽ നിരവധി തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. അതിനെയെല്ലാം ഈ അണുക്കൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അണുക്കൾ സെക്കൻഡറി കോസാണ്, പ്രൈമറി കോസ് അല്ല. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമല്ല. അഴുക്കാണ്, വിഷവൽക്കരണമാണ്, പോഷക ദാരിദ്ര്യമാണ്. അവിടെയാണ് രോഗം ഒന്നേ ഉള്ളൂ, ഒറ്റ രോഗമേ ഉള്ളൂ. എന്താണ് രോഗം? എന്താ രോഗം? അനാരോഗ്യം. ഒന്നുകിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഈ 2 അവസ്ഥകളല്ലാതെ വെളിച്ചമുണ്ട്, ഇരുട്ടുമുണ്ട്. ഇരുട്ടെന്താണ്? വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. ഇരുട്ടിൻ്റെ നേരെ എന്ത് യുദ്ധം നടത്തിയിട്ട് എന്ത് കാര്യം? ഒരു വിളക്ക് കൊടുത്ത്, അല്ല എങ്കിൽ ഈ ഏക്ലച്ചലോ ഏക്ലച്ച് ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് പോലെ അതിൽ ഒരു വരി ഇതാണ്: ഒരു മിന്നാമിനിങ്ങിനെ വിളിച്ച് ആ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം കണ്ട് നീ മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന സുന്ദരമായൊരു ഗാനമുണ്ട്. ഗാന്ധിജി നവഖാലിയിലേക്ക് ഒറ്റയ്ക്ക് സമാധാനം സ്ഥാപിക്കാൻ പോകുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ പാടിയ പാട്ടാണ്.
एकला चलो एकला चलो एकला चलो एकला चलो एकला चलो रे যদি তোর ঠাক শুনে কেউ না আসে তবে একলা চলো রে. രസകരമായൊരു പാട്ടാണ്. നീ വിളിച്ചിട്ട് ആരും നിന്നോടൊപ്പം വരുന്നില്ല എങ്കിൽ നീ ഒറ്റയ്ക്ക് പോകുക, ഒറ്റയ്ക്ക് പോകുക, ആ ധൈര്യം ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ ആ മിന്നാമിനിങ്ങനെ ഒന്ന് വിളിച്ചാൽ പോലും നിനക്ക് ആ അന്ധകാരത്തിൽ ഒരു വെളിച്ചം, മുന്നോട്ട് പോകാൻ ഒരടി നിനക്ക് കാണാൻ സാധിക്കും. രോഗത്തിനെതിരെ ഗുസ്തി പിടിച്ചിട്ട് രോഗവുമായി യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ള ആരുണ്ട് നമ്മുടെ നാട്ടിൽ? ഈ മരുന്ന് കൊണ്ട് രോഗം മാറ്റി ആരോഗ്യമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. മരുന്ന് കൊണ്ട് രോഗം മാറത്തില്ല. കാരണം രോഗത്തിൻ്റെ കാരണം മാറ്റാൻ മരുന്നിന് സാധിക്കില്ല. രോഗത്തിൻ്റെ കാരണം, അടിസ്ഥാന കാരണം, ആ കാരണത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ഏത് രോഗമാണ് മരുന്ന് കൊണ്ട് മാറുന്നത്? പ്രമേഹം മാറ്റി തരുമോ? അതില്ല. അത് പ്രമേഹം മാറാ രോഗമാണെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ട് മാറാ രോഗമാണ്. പിന്നെ മാറാ രോഗമാണെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ നിങ്ങൾ ചികിത്സിക്കണത്? മാറാ രോഗമല്ലേ? അല്ല, അത് പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തണ്ടേ? അപ്പം ദിവസവും മരുന്ന് കഴിക്കുമ്പോൾ ദിവസവും നിയന്ത്രിച്ച് നിർത്തും. ഇതുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? പ്രമേഹം ഉള്ളിലുണ്ട്, പ്രമേഹത്തിൻ്റെ കുഴപ്പമെല്ലാം അവിടെ ഉണ്ട്. ആ കുഴപ്പമാണ് ഷുഗർ കൂടി നിൽക്കുക എന്നുള്ളത്. പ്രമേഹം ഉള്ളത് കൊണ്ട് രോഗിക്കുണ്ടാകുന്ന കുഴപ്പത്തിൻ്റെ ലക്ഷണമാണ് ഷുഗർ കൂടുന്നു എന്നുള്ളത്. ആ ഷുഗർ കുറയ്ക്കാൻ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? കുഴപ്പം മുഴുവൻ ഉള്ളിൽ കിടക്കുകയല്ലേ, നടക്കുകയല്ലേ. രോഗിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, പതുക്കെ കാലിലെ മരവിപ്പ് വരുന്നു, ചെരുപ്പൂരിപ്പോയാൽ അറിയാതെയാകുന്നു, മുറിഞ്ഞാൽ ഉണങ്ങാതെയാകുന്നു, കിഡ്നിക്ക് തകരാറ് വരുന്നു, ലൈംഗിക ശേഷി പോകുന്നു. ഈ കുഴപ്പങ്ങളെല്ലാം മരുന്ന് കഴിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? പ്രമേഹത്തിൻ്റെ അലോപ്പതി ചികിത്സ പമ്പര വിഡ്ഢിത്തമാണ്, അശാസ്ത്രീയമാണ്, അസംബന്ധമാണ്. എന്താ കാര്യം? പ്രമേഹ രോഗിയുടെ പ്രമേഹത്തിൻ്റെ കാരണം എന്താണ്? ഷുഗർ കൂടുന്നതാണോ കാരണം? ഷുഗർ കൂടുന്നു എന്നുള്ള പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ്. എന്താ പ്രമേഹം? കരള് ശക്തമല്ല, കരളിൽ നിന്ന് ശരിയായ ദഹനരസങ്ങൾ വരുന്നില്ല, രക്തം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ രക്തത്തിന് ഗ്രന്ഥികളിൽ പോയി നല്ല ഹോർമോണുകൾ, സ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന സ്രവം, ഹോർമോണ് കഴിവുകെട്ടതാണ്, ഗുണമില്ലാത്തതാണ്. പാൻക്രിയാസും വീക്കാണ്, കരളും വീക്കാണ്, പാൻക്രിയാസും വീക്കാണ്, രക്തവും ദുഷിച്ചതാണ്. അതുകൊണ്ട് ഇൻസുലിനും ദുഷിച്ചതേ ഉണ്ടാകുന്നുള്ളൂ. പാൻക്രിയാസിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടി നാം കൊടുക്കുന്ന റോ മെറ്റീരിയലും നല്ലതല്ല, തവിട് കളഞ്ഞ അരിയാണ്. അല്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെന്നാൽ ടോക്സിക് ആണ് എന്നാണ് AI പറയുന്നത്. കാർബോ ടോക്സിസിറ്റി ഒറ്റ വാക്കായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാം. കാർബോ ടോക്സിസിറ്റി, എക്സസ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതേപോലെ തന്നെ തരംതാണ കാർബോഹൈഡ്രേറ്റ്. ഇങ്ങനെ അടിസ്ഥാന കാരണം അതിനേലൊന്നും ചെയ്യാതെ എന്തൊക്കെയോ കാരണം കൊണ്ട്, പല കാരണം കൊണ്ടുണ്ടായ കുഴപ്പത്തെ, അതിൻ്റെ ലക്ഷണത്തെ കുറയ്ക്കുന്ന പ്രമേഹ ചികിത്സ തനി പമ്പര വിഡ്ഢിത്തമാണ്, അശാസ്ത്രീയമാണ്. അതിന് പകരം ചെയ്യേണ്ടത് കരളിനെ നന്നാക്കുക, രക്തം ശുദ്ധീകരിക്കുക, പാൻക്രിയാസിനെ ശക്തിപ്പെടുത്തുക. ഷുഗർ നിങ്ങളായിട്ട് കുറയ്ക്കണ്ട, തനിയെ കുറഞ്ഞോളും. ഇത് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഒരു പ്രമേഹ രോഗിയെ ഒരൊറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കിട്ടത്തുള്ളൂ. അടിസ്ഥാന കാരണം പരിഹരിച്ചാൽ പിന്നെ രോഗി പോയ വഴിക്ക് പുല്ല് മുളക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശുപത്രിക്ക് വേണ്ടി 10,000 കോടി മുടക്കിയിരിക്കുന്നതിൻ്റെ പലിശ കിട്ടണമെങ്കിൽ ഒരു ദിവസം 5 കോടിക്കെങ്കിലും വിൽപ്പന നടക്കണ്ടേ? 5 കോടിക്കൊന്നും വിൽപ്പന നടന്നാൽ പോരാ. 4,000 കോടി കിംസിൽ കൊണ്ടുവന്ന് വിദേശ കുത്തക മുടക്കുമ്പോൾ ഒരു ദിവസം ഈ 4,000 കോടി, വേറൊരു 4,000 കോടി മുടക്കിയാണ് ഇപ്പോൾ കലാപരിപാടി നടത്തുന്നത്. ഒരു ദിവസം എന്ത് കച്ചവടം നടന്നാലാണ് കിംസ് ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാൻ സാധിക്കുക?
5 കോടിക്ക് നടന്നാൽ മതിയോ? 10 കോടിക്ക് കച്ചവടം ചെല്ലണവനെയൊക്കെ കീറണം. ചാവാനായിട്ടില്ലാത്ത ചെറിയ പരിക്കുള്ള ഒരാളെ കുറച്ച് പരിക്ക് കൂടെ ഉണ്ടാക്കി മരണത്തിലേക്ക് നയിച്ച് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്ട് ഊരിയെടുത്ത് 4 കോടിക്ക് കച്ചവടം. അങ്ങനെ ദിവസം എന്തെങ്കിലും കിട്ടിയാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ലേക്ക് ഷോർ ആശുപത്രിയുടെ പേരിൽ അലോപ്പതി ഡോക്ടർ തന്നെയായ ഡോക്ടർ ഗണപതി കേസ് കൊടുത്തിരിക്കുന്നു. ഈ ആശുപത്രിക്കാര് മരിക്കേണ്ടതില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇടുക്കി എന്നുള്ള ബെന്നി എന്നാണെന്ന് തോന്നുന്നു പേര്, മരണത്തിലേക്ക് മനഃപൂർവ്വം നയിച്ച് മരിക്കാത്ത ചെറുക്കൻ്റെ സ്പെയർ പാർട്ടുകൾ ഊരിയെടുത്ത് കച്ചവടം നടത്തി. ഇതാണ് കേസ്. വിദേശ കുത്തകകൾ മൊത്തം കൂടെ വരുന്നത് കേരളീയന്റെ ആരോഗ്യം നന്നാക്കി തന്ന് നമ്മളെ നന്നായിട്ട് ജീവിപ്പിക്കാനാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്.